Hi students, welcome to our maths class. Let's continue our previous portions addition. Okay, the last class we discussed exercise 3.9. Now we are going to a new topic, that is addition of numbers using carryover. Here is some difficult, short difficult. It's the carry. Carry means അധികം വരുന്നത് കുറച്ച് നമ്മൾ കൂട്ടുമ്പോഴേ കുറച്ച് എക്സ്ട്രാസ് അവിടെ ഇവിടെയൊക്കെ വരും. എന്ത് ചെയ്യും അതൊക്കെ? നമ്മളെടുത്ത് ഡസ്റ്റ്ബിനകത്തോടുള്ളൂ ഇല്ലേ? ആവശ്യമില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട, നമ്മളെടുത്തൊന്ന് കളയുക. അങ്ങനല്ല ഇവിടെ. നമുക്ക് ക്യാരി വരുന്ന ആളെ എന്ത് ചെയ്യാം? ആദ്യം കൂട്ടുമ്പോൾ എക്സ്ട്രാ വരുന്ന ആളെ നമ്മൾ കളയുമോ? നമ്മുടെ ക്ലാസ്സിലൊരു ഞങ്ങൾ 30 സ്റ്റുഡൻസിനെ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുത്തു. ഒരാൾ പുതിയ ആൾ വന്നപ്പോൾ എന്ത് പറയും? ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, അങ്ങോട്ട് മാറി എന്ന് പറയൂ. ഇല്ല, നമുക്ക് അവരെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കാം എങ്ങനെയാണെന്ന്. So, first there is a question and 58 and 34. 58 and 34. Question number 58 and 34. Okay. Now we want to arrange vertically this number. ആദ്യം വലിയ നമ്പർ മുകളിൽ എഴുതുക 58. കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് എഴുതാം കേട്ടോ. എന്നിട്ട് മേളിൽ വൺസ് ടെൻസ് അങ്ങനെ കൊടുക്കുക. വൺസ് ടെൻസ് എന്ന് കുറച്ച് താഴോട്ട് മാറ്റിയിടുക. ഓക്കെ, ആദ്യം രണ്ട് നമ്പറില്ലേ, അപ്പോൾ വൺസ് ടെൻസ് രണ്ട് കോളം. ഫസ്റ്റ് നമ്പർ 58 എഴുതി, സെക്കൻഡ് നമ്പർ 34 എഴുതി. ഓക്കെ, രണ്ട് കോളം വരച്ചു. ഓക്കെ, ഇവിടെ ആൻസർ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ആണോ? ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഓക്കെ, നമുക്ക് ഇനി ആ മെത്തേഡിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 8 plus 4. 8 plus 4. 8 is in mind, 4 in your finger. 8 after 9, 10, 11, 12. 12 2 digit number. നമ്മൾ സിംഗിൾ ഡിജിറ്റ് ഇവിടെ എഴുതും. 12 എന്ന് what we do? There is one extra. ഒരെണ്ണം എക്സ്ട്രാ നിൽക്കുന്നു. ഇറ്റ്സ് ക്യാരി. സോ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഇതാണ് ക്യാരി. ദിസ് ക്യാരി നമ്മൾ അടുത്ത നമ്പറിനകത്തോട്ട് കൊടുക്കണം. എന്ത് പറയും? ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിർത്താൻ പറ്റത്തില്ല, നീ അപ്പുറത്തെ വീട്ടിൽ പൊക്കോ, അടുത്ത ബെഞ്ചിൽ പൊക്കോ എന്ന് പറയത്തില്ലേ? ഇപ്പം പുതിയൊരു കുട്ടി വരുമ്പോൾ നമ്മൾ 5 പേരിരിക്കുന്ന ഒരു ബെഞ്ചിലാണെങ്കിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ല, കുറേ 4 പേരുണ്ട്, നീ അവിടെ പോയി പറഞ്ഞാൽ ഒറ്റ തള്ളു കൊടുക്കും, അവൻ അടുത്ത ബെഞ്ചിൽ പുറകോട്ട് പോകും. അതേപോലെ ഇവിടെ നമ്മൾ കൂട്ടിയപ്പോൾ 8 plus 4 12. വാട്ട് വി ഡു? നിങ്ങളിവിടെ ഈ 2നെ മാത്രമേ ഉൾക്കൊള്ളിക്കൂ. ഈ 2 ഇവിടെ നിന്നോട്ടെ. 12 എന്ന് എഴുതുമ്പോൾ വൺസിന്റെ പ്ലേസിൽ ആദ്യം വൺസിന്റെ പ്ലേസിൽ ആളെ മാത്രമേ ഇവിടെ നിർത്തൂ. ടെൻസ് ഗോസ് ടു നെക്സ്റ്റ് പ്ലേസ്. ടെൻസിനെ നെക്സ്റ്റ് പ്ലേസിലോട്ട് വേണം. സോ ഹിയർ 12 യു റൈറ്റ് 2 ഓൺലി. ഈ ദിസ് 1 ഗോസ് ടു നെക്സ്റ്റ് പ്ലേസ്. അതുകൊണ്ട് ഈ 1നെ നമ്മൾ അടുത്ത പ്ലേസിൽ പോയി. ഈ 1 ഇവിടെ വന്നപ്പോൾ ഇവിടെ എഴുതാൻ സ്ഥലമില്ല. സോ 1 more column is drawn here for carry. ക്യാരിക്ക് വേണ്ടി നിങ്ങൾ ഒരു കോളം കൂടെ ഇവിടെ വരയ്ക്കുക. ഇത് ടെൻസ്, ഇത് വൺസ്. ഓക്കെ ആയല്ലോ. സോ ഇവിടെ നിങ്ങൾ 12 വന്നു. 12 വന്നിട്ട് രണ്ടുപേരെ ഇവിടെ നിർത്തത്തില്ല. 2 digit നമ്പേഴ്സിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല. വൺസ് ഈസ് ഹിയർ, ടെൻസ് ഗോസ് ടു നെക്സ്റ്റ് ടെൻസ്. അപ്പം ഈ 12നകത്ത് വൺസ് അല്ലേ, അപ്പൊ ഈ വൺസിന്റെ കോളത്തിൽ വൺസ് മാത്രം നിന്നാൽ മതി. നീ ടെൻസിന്റെ പ്ലേസിലുള്ളതല്ലേ, നീ ഇപ്പൊ ടെൻസിന്റെ കോളത്തിൽ ആ 1നെ ഓടിച്ച് ടെൻസിന്റെ കോളത്തിൽ വെക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പോ അതാണ് ഈ എക്സ്ട്രാ വരുന്നത്. ഇപ്പം കൂട്ടിയപ്പോൾ 8 plus 4 12 വന്നു. 12നകത്ത് ഇത് വൺസും ഇത് ടെൻസും അല്ലേ. സോ വൺസിന്റെ പ്ലേസിൽ നിൽക്കുന്ന 2നെ മാത്രമേ ഈ വൺസിന്റെ കോളത്തിൽ വെക്കൂ. ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന 1നെ അടുത്ത ടെൻസിന്റെ പ്ലേസിൽ. സോ നെക്സ്റ്റ് we want to add this. First this 5 plus 1. ഇനി നിങ്ങൾ സാധാ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്യുക. 5 plus 1 6. 6 plus 3 6 മനസ്സിൽ വെച്ച് 3 കയ്യിലെടുത്ത് 6 after 7 8 9. So answer is 9. So the final answer is 92. 92. Okay. Then we are going to our exercise. So an example. Now we are going to our exercise 3.10. Exercise 3.10. Okay. Exercise 3.10. 2 columns, tens, ones. First column for remainder or carry for carry. Second number, third number, result. Okay. Okay. First question. 2, 8, 28. Next 45 and
first in the A question. This one is question A. So now we are going to add these numbers. So first 8 plus 5. 8 plus 5. Biggest is 8. So keep 8 in your mind. Yes, I keep 8 in my mind. And 5 in your finger. 8 after 9, 10, 11, 12, 13. For 13, 13. 13 കിട്ടി. 13 ഇത് വൺസും ഇത് ടെൻസും അല്ലേ? വൺസിലെ ഈ 3 മാത്രമേ ഇവിടെ നിർത്തൂ. വൺസുകാരെ മാത്രമേ ഒരു ക്ലാസ് ഇരുത്തൂ. യുകെജിക്കാരെ കൊണ്ടൊന്ന് എൽകെജി തീരുത്തുവോ? ഇല്ല. ഇനി യുകെജിയിലില്ലേ, ഈ യുകെജി പെടാന്ന് പറയും. അതേപോലെ തന്നെ രണ്ട് ഇപ്പം ഇത് ചേട്ടനും അനിയനാണ്. ഒരാൾ എൽകെജി, ഒരാൾ യുകെജിയാണ് പഠിക്കുന്നത്. അപ്പോൾ യുകെജി പഠിക്കുന്ന ചേട്ടൻ എൽകെജി പഠിക്കുന്ന അനിയൻ്റെ കൂടെ ഇരുത്തുവോ? ഇരുത്തത്തില്ല. എന്ത് പറയും? നീ എൽകെജി പഠിക്കുന്നവ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, യുകെജി പഠിക്കുന്നവൻ നിന്റെ ക്ലാസ്സിൽ പോയിരിക്കാം. അതേപോലെ തന്നെ വൺസിന്റെ പ്ലേസിലുള്ള 3 മാത്രമേ ഇവിടെ ഇരുത്തൂ. ടെൻസിന്റെ പ്ലേസിലുള്ള ഈ ബാലൻസ് പറഞ്ഞാൽ 13ലെ 1നെ ടെൻസിന്റെ പ്ലേസിൽ ഇടും. 1 ഇത് വട്ടം വരച്ചിടുക മീൻസ് ഇതാണ് ക്യാരി. വട്ടം വരച്ചിട്ടാൽ അതാണ് ക്യാരി. വട്ടം വരച്ചിട്ടേക്കണേ, സർക്കിൾ ചെയ്യണം. ഓക്കെ, അത് മനസ്സിലായല്ലോ. Then add this 2 plus 1. 2 plus 1 is equal to 2 plus 1 3. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി 2ന്റെ കൂടെ ഏത് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്ത് അടുത്ത നമ്പർ കിട്ടും. 2 plus 1 is 3. 3 plus 4. 4 in mind, 3 in your finger. 4 after 5, 6, 7. So you write here 7. 73. So answer is 73. Okay. Next question number B. Tens, ones, 2 columns, carry, first number, second number, result. Okay. നിങ്ങൾ ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നീറ്റായിട്ട് യൂസ് സ്കെയിൽ ആൻഡ് പെൻസിൽ. യൂസ് സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. 32, ഫസ്റ്റ് നമ്പർ ഈസ് 32 ആൻഡ് സെക്കൻഡ് നമ്പർ ഈസ് 59. ഓക്കെ, പ്ലസ് സൈൻ. Okay, next you want to add these numbers. 9 plus 2. 9 is biggest. 2 in your hand. 2 in your hand. 9 after 10, 11. For 11, you write 1 only here. This one goes to 10th place. 11 in the first number ne ivide eluduka. Second number അടുത്ത place carry ആയിട്ട് എഴുതുക. So 3 plus 1, 4. ആ 4നെ മനസ്സിൽ വെച്ചിട്ട് 5 കയ്യിൽ എടുക്കുക. 4 മനസ്സിൽ വെച്ച് 5 കയ്യിൽ എടുക്കുക. 4 കഴിഞ്ഞ് 5, 6, 7, 8, 9. So answer is 9. Final answer is 91. Okay. Okay. Then there is many more questions in that exercise. Okay. First next question, one question. Can I write this? Okay, next question. Tens, ones, carry, first number, second number, answer. Okay, next question. Tens, ones, first number, carry, first number, second number, result. ഞാൻ ഫസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിടാം, അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. നെക്സ്റ്റ് again tens, ones, carry, ones, tens, sorry, first number, second number, result. Ones, tens, ones, carry, first number, second number, result. Okay, now then this one 7 plus 77 plus 09. Okay, next question. 88 plus 08 plus next question 23 plus 28. Next question 38 plus 35. Some questions are given here. We want to calculate these questions. Okay, first question 77 plus 9. 09 means 9. First we want to add 77 plus 9. So first ones in the place. Ones in the place 7 plus 9. So 7 plus 9. Biggest is 9. So
keep 9 in your mind, 7 in your finger. After 9, 10, 11, 12, 13, 14, 15, 16. For 16, ഇവിടെ 16 കിട്ടി. എന്ത് ചെയ്യും? 16 കിട്ടി. 16 കിട്ടി കഴിഞ്ഞാൽ ആൻസർ 16 അവിടെ എഴുതുമോ? വൺസിന്റെ പ്ലേസ് മാത്രമേ അവിടെ, ഒരു ഡിജിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? Then, yes, tell me. Yes, 6 മാത്രം ഇവിടെ എഴുതും, 1 ഇവിടെ പോകും. ഓക്കെ, 6 ഇവിടെ എഴുതുക. ഓക്കെ, 1 അടുത്ത കോളത്തിൽ ക്യാരി ആയിട്ട് എഴുതുക. ഓക്കെ, then 7 plus 1, 7 plus 1, 8. 8 plus 0. 8ന്റെ കൂടെ ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ? സെയിം നമ്പർ. 8 plus 0, 8. 0 അല്ല, 8 plus 0, 8. So answer is 8. Okay. The next number, 80 plus 8. 8 plus 8. 8 means 8 in finger. 8 after 9, 10, 11, 12, 13, 14, 15, 16. For 16, 16 നമ്മൾ ഇവിടെ എന്ത് എഴുതും? 16 അവസാനത്തെ 6 എഴുതും, ആദ്യത്തെ 1 തൊട്ടപ്പുറത്തെ നമ്പർ ടെൻസിൽ പോകും. 16 അകത്ത് അതായത് 16 ഇത് വൺസും ഇത് ടെൻസും അല്ലേ? അപ്പോൾ വൺസിന്റെ പ്ലേസ് മാത്രമേ ഇവിടെ എഴുതും, ടെൻസിന്റെ പ്ലേസിലുള്ളത് ടെൻസിന്റെ കൂടെ എഴുതും. ആ ഗ്രൂപ്പിൽ കൊണ്ടുപോകും. ഓക്കെ, then 8 plus 1, 8 plus 1, 9. 8 plus 1, 9. അടുത്ത നമ്പർ കിട്ടും 1 ആഡ് ചെയ്താൽ 9. 9 plus 0, ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ സെയിം നമ്പർ. 9 plus 0, 9. So you write here 9. Answer is 96. Okay, understand? 96. Next question. Question 8 plus 5. 8 plus 5. 8 is biggest, 5 is smallest. So 8 in your mind, 5 in your finger. After 8, 9, 10, 11, 12, 13. 13, 3 ഇവിടെ എഴുതും. 1 is carry on next tens place. So 3 plus 1. Next number 4. 3 plus 1, 4. 4 plus 3. 4 in main, 3 in finger. 4 after 5, 6, 7. So answer is 7. Answer is 7. So 73. 73. Okay, right? Next question. 8 plus 3. 8 plus 3. 8 in mind, 3 in finger. 8 after 9, 10, 11. 4, 11. You write 1 here, 1 carry. 11 1 എഴുതു, 1 അടുത്ത നമ്പറിൽ പോകും. So 2 plus 1, 3. 3 plus 2, 5. So answer is 51. So all of you understand how to add these numbers? മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നതെന്ന്? നെക്സ്റ്റ് ഇതിനകത്ത് ഇനി കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, കുറേ ഏറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഏതാണ്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത് ബാലൻസ് എല്ലാം നോട്ട്ബുക്കിനകത്ത് എല്ലാം ചെയ്യേണ്ട. ടെക്സ്റ്റിനകത്ത് യു വാണ്ട് ടു ഡു ഓൾ ദി ക്വസ്റ്റ്യൻ മസ്റ്റ്. എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റിനകത്ത് ചെയ്യണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ചെയ്യണം, നോട്ട്ബുക്കിനകത്ത് എല്ലാം ചെയ്തില്ലേ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ്, അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. horizontal questions തന്നിട്ടുണ്ട്. ഫസ്റ്റ് we want to arrange them in vertical and add that numbers. ആദ്യം നമ്മൾ ഇതിനെ വെർട്ടിക്കൽ ആയിട്ട് എഴുതണം, എന്നിട്ട് ആഡ് ചെയ്യണം. First question, question number second. First question, 63 plus 28. 63 plus 28. So first you want to arrange these numbers in vertical. Okay. On margin side, you write these numbers vertically. രണ്ട് numbers ആയിട്ട് രണ്ട് കോളം ആയിട്ട് മാർജിൻ എഴുതുക. ഫസ്റ്റ് ടെൻസ്, വൺസ്, ഫസ്റ്റ് ക്യാരി, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, ഫൈനൽ ആൻസർ. So this write down these numbers. First column leave it for carry. Second number 63, 28. Okay, then add that numbers. For that 8 plus 3, 8 mansi h 9 10 11. 11 1 carry 1. 6 plus 1 7.
Okay, understand all of you? Understand, മനസ്സിലായോ? Okay, carry എങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? രണ്ട് 2 digit numbers ആ കിട്ടുന്നെങ്കിൽ വൺസിന്റെ പ്ലേസിലുള്ളത് മാത്രം ആ കോളത്തിൽ എഴുതുക, ടെൻസിന്റെ പ്ലേസിലുള്ളത് ടെൻസിന്റെ കോളത്തിലോട്ട് ക്യാരി ആയിട്ട് എഴുതുക, കൂട്ടുമ്പോൾ അതോടെ ചേർത്ത് കൂട്ടുക. Next question. 24 plus 37. 24 plus 37. Here is also 2 columns. First question 24, second number 37. Put plus sign. Okay, 7 plus 4. 7 plus 4 no, first 7 മനസ്സിൽ വെക്കുക, 4 ഹാൻഡ്സിൽ എടുക്കുക. 7 കഴിഞ്ഞ് 8, 9, 10, 11. For 11 you write here. 11 ഏത് ഇവിടെ എഴുതും? 1 ഇവിടെ എഴുതും. ഈ 1 ടെൻസിന്റെ പ്ലേസിലോട്ട് പോകും. ഓക്കെ, ഇവിടെ ക്യാരി ആയിട്ട് 1 എഴുതി. 3 plus 2 അല്ലെങ്കിൽ 2 plus 1 3. 3 plus again 3. 3 plus 3 6. So you write here 6. So answer is 61. Okay, answer is 61. Right? Okay, next question. 33 plus 18. 33 plus 18. ഇവിടെ സ്പേസ് ഞാൻ ഇവിടോട്ട് എഴുതാം. ടെൻസ്, വൺസ്, 2 columns. ഫസ്റ്റ് ക്യാരി, സെക്കൻഡ് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, ഫൈനൽ ആൻസർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ 33, 18 plus 8 plus 3. 8 plus 3, 3 വരെ കയ്യിലെടുത്തു. 8 after 9, 10, 11. For 11 again 1 is carried here. 3 plus 1 4 plus 1 5. So answer is 51. Answer എഴുതുക, രണ്ടിലായി കൊടുക്കുക. ഓക്കെ, ഈ കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾ മാർജിനിൽ ചെയ്യുക. ഓക്കെ, ആൻസർ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, റൈറ്റ്? ഓക്കെ. Okay, next question. 54 plus 27. 54 plus 27. Okay, marginal column വരയ്ക്കുക. tens, ones, carry, number. Okay. Next, one more question. 61 plus 29. Some questions I write it fast. ആദ്യം ഞാൻ കുറച്ച് questions എഴുതിയിടാം, അതിനുശേഷം നമുക്ക് ചെയ്തു പോകാം. ഇവിടെ അതേപോലെ ടെൻസ്, വൺസ് കോളം വരയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28 plus 18. 28 plus 18. ടെൻസ്, വൺസ്, ക്യാരി, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, ഫൈനൽ ആൻസർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 54. ആദ്യത്തെ കോളം വെറുതെ വിടുക, അതെന്തിനാ? ക്യാരി എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27 പ്ലസ്. ഫസ്റ്റ് ആഡ് ചെയ്യുക. 7 plus 4. 7 മനസ്സിൽ വെച്ച് 4 കയ്യിലെടുത്തു. 7 കഴിഞ്ഞ് 8, 9, 10, 11. For 11 you write here 1. 1 carry is going to next place. Okay, then 5 plus 1. 5 plus 1 is 6. 6 plus 2. 6 mindil 2 finger. 6 after 7, 8. So you write here 8. So the answer is 81. Okay, right? Okay. Then next question 61 plus 29. First you arrange this number vertically in this column. 61. First column leave it for carry, and next one 61 and plus sign. Second number is 29. Then add 9 plus 1 is equal to 10. For 10 you write only 0 here. 1 is carry as on that going on 10's place. Next 6 plus 1. 7 plus 2. 7 plus 2. 7 minus 2. 8, 9. So answer is 9. So the 61 plus 29 final answer is equal to 90. Okay, is it right? Okay. Then 28, third question 28 plus 18. So first column leave it for
carry. Next 28 and next one 18 plus, first you want to add 8 plus 8, 8 plus 8, 8 is in your mind and 8 in your finger. So 8 keep in your mind and take 8 in your finger. After 8, 9, 10, 11, 12, 13, 14, 15, 16. For 16, what we write here? For 16, 16, 6 is 1. So 6 going to 1's place and 1 is 10, then 1 going to 10's place as carry. Okay? Then 2 plus 1. 2 plus 1 is equal to 3. Yes, 3 plus 1. Again one more is there. 3 plus 1 is equal to 4. So final answer is equal to 46. So we can say that 28 plus 18 is equal to 46. Right? Okay. Then another questions. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? Next question. 55 plus 29. 57 plus 37. 48 plus 16. 16 plus 24. Okay, enough. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ. Then first you want to draw the or arrange these numbers vertically. First two columns, tens, ones. Okay, for first question, and like that we want to draw the another 3 columns. Okay. Okay, first then you write the question number 5. First 55 plus 29. So in first columns you write 55 and next 29 plus 5. So you add 9 plus 5. 9 plus 5 is equal to 9 in your mind, 5 in your finger. 9 after 10, 11, 12, 13, 14. For 14 you write here 4. 1 is going to 10's place as carry. 5 plus 1 is equal to 6. 6 plus 2, 6 plus 2, 7, 8. So you write here 8. So answer is 84. So write here 84. So 55 plus 29 is equal to 84. Okay, it's right. Okay, next number is 57. 57 plus 37. Okay, then 7 plus 7. ഇനി ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ച് ചെയ്യണോ? വേണ്ട, നിങ്ങൾ ആഡ് ചെയ്തില്ലേ? ഓക്കെ, ഞാൻ ആൻസർ പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്ത് തനിയെ ടെക്സ്റ്റ് ചെയ്യണേ. ഓക്കെ, 7 plus 7 14. 7 plus 7 14 ആണ്. 14 we write 4 here, 1 is carry. 5 plus 1 6. 6 plus 3 6 plus 3 9. So answer is 94. Is it right? Okay, right. Then next question. Question number 48 plus 16. 8 plus 6. 8 plus 6 again 14 ആണ്. 8 plus നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 14 ഞാൻ ഇവിടെ 4 മാത്രമേ എഴുതൂ. 1 going on 10's place. 4 plus 1 5 plus 1 6. Answer 64. That is 48 plus 16 is equal to 64. Next question 16 plus 24. Okay, 6 plus 4 10. For 10 you write 0 here. Carry 1. 1 plus 1 2. 2 plus 2 4. Answer is 40. Okay, right? Kanda 16 plus 24 is equal to 40. അപ്പോൾ ആ എക്സർസൈസ് 3.10 is over. അതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നോട്ട്ബുക്കിലോട്ട് എഴുതാവൂ കേട്ടോ. ഓക്കെ, then where of we are going to next addition of 3 2-digit numbers. നമുക്ക് 3 numbers ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ 2 numbers അല്ലേ 1 2 രണ്ട് numbers ആഡ് ചെയ്യും. Next we are going to 3 numbers, addition of 3 numbers of 2 digits. 2 digits ഉള്ള 3 numbers നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. For example, okay, first ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് വെർട്ടിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഒറ്റ കോളം കൂടെ എക്സ്ട്രാ വരും, അത്രേ ഉള്ളൂ. 10s
ones. ഇത് ക്യാരിക്ക് വേണ്ടി ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ ആൻഡ് ഫോർ ദ ഫൈനൽ ആൻസർ. ഓക്കെ, സോ okay, then arrange these numbers on this column. First number 25 here, first column leave it for carry. Next number 16, next number 43 and put a plus sign. Okay, and add these two numbers. First ilate rendanam kuda aadyam add cheyyuka. 5 plus 6, 5 plus 6 is equal to 6 plus 5, 6 കഴിഞ്ഞിട്ട് 7 8 9 10 11. ആ 11 മനസ്സിൽ വെച്ചിട്ട് വീണ്ടും 3 കയ്യിലെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 11 കിട്ടിയില്ലേ? ആ 11 വീണ്ടും മനസ്സിൽ വെച്ചിട്ട് അതിന്റെ കൂടെ ഇത് കൂട്ടുക. 3 കയ്യിലെടുത്ത് 11 കഴിഞ്ഞ് 12 13 14. ആ 14 ഇവിടെ 14 കിട്ടി. 14 നിങ്ങൾ 4 മാത്രമേ എഴുതാവൂ. ഈ 1 അടുത്ത പ്ലേസിലോട്ട് പോകും, ക്യാരി ചെയ്യും. കണ്ടോ? വീണ്ടും 2 plus 1 3 plus 1 4. ആ 4 മനസ്സിൽ വെക്കുക, അടുത്ത 4 കയ്യിലെടുക്കുക. 4 കഴിഞ്ഞ് 5 6 7 8. ആൻസർ ഈസ് 84. സോ എങ്ങനെ എഴുതാം? 25 plus 16 plus 43 is equal to 84. Okay, is it right? Okay, right. Next, ഇപ്പോൾ എങ്ങനെയായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഓർഡർ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ആദ്യത്തെ 2 നമ്പറോട് ആഡ് ചെയ്യുക. അത് മനസ്സിൽ വെച്ചിട്ട് അടുത്ത നമ്പറോട് ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന്റെ വൺസിന്റെ പ്ലേസ് ഇവിടെ എഴുതുക. ടെൻസിന്റെ പ്ലസ് ഗോയിങ് ടു ടെൻസ് പ്ലേസ്, ടെൻസിന്റെ പ്ലേസിലോട്ട് മൂവ് ചെയ്യുക. Then we are going to its exercise. Exercise 3.11. Tens, ones, first question, 43 plus 16 plus 15 plus plus sign. We want to add these numbers. Next question, tens, ones, 28. Sorry, here is a carry column. Next question, 28 is 17, 32. Here is plus sign. Tens, ones, carry column, first number, second number, third number, final answer. Next question, tens, ones, 10. Tens, ones, carry column, first number, second number, third number, final answer. Okay, any questions നമ്മൾ എഴുതിയിടാം. 5 plus 54, 12, 26. Okay, plus next question 16, 15, 16 plus next question 24, 18, 21. Okay, is it right? Then look at the board. How can we add these numbers? First you want to add 8 plus 7. 8 plus 7. So first 8 is in your mind, first 7 is in your finger. 8 കഴിഞ്ഞിട്ട് 9, 10, 11, 12, 13, 14, 15. 15. So these two numbers add into 15. So that 15 keep in your mind and take 2 in your finger. After 15, 16, 17. For 17 you write here 7. 1 is carry on going on tens place. So again 2 plus 1, 3 plus 1, 4 plus 3, 4 plus 3, 4 plus 3, 5, 6, 7. So the answer is 77. Is it right? So we can say that 28 plus 17 plus 32 is equal to 77. Okay, right? Then next we are going to next question. 4 plus 2 is equal to 6. That 6 plus again one more 6. 6 plus 6. 6 plus 6. 6 after 7, 8, 9, 10, 11, 12. For 12 you write here 2. 1 is carry. Okay, right? Then 5 plus 1, 6. Plus 1, 7. Plus 2, 9. So answer is 92. Okay?
question. 5 plus 0. If we add 0 to a number, the answer is the number itself. So here 5 plus 0 is equal to 5. Then 5 plus 6 is equal to 11. For 11 you write here 1 only, and 1 is going to here. 6 plus 1, 7. Plus 1, 8. Plus 1, 9. So the answer is 91. Is it right? Okay, right. Then next we are going to next question. 8 plus 4, 12. 12 plus 1, 13. For 13 you write here 3. 1 is carry. 2 plus 1, 3. Plus 1, 4. Plus 2, 6. So answer is 63. Okay, is it right? Then we are going to our next second question. Okay, next question 13 plus 16 plus 27. So first we want to arrange these numbers in vertical order. Tens, ones. First number, first column for carry. Second number, first number, second number, third number. And for final answer, first 13, 16, 27. നിങ്ങൾ ഈ കാൽക്കുലേഷൻ എല്ലാം മാർജിൻ ചെയ്യണം കേട്ടോ. കാൽക്കുലേഷൻ ഇങ്ങനെ വരുന്ന കാൽക്കുലേഷൻ എല്ലാം മാർജിൻ സൈഡ് വേണം ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. 6 plus 3, 9. 9 plus 7. 9 plus 7 എന്ന് പറയുമ്പോൾ 7 കയ്യിലെടുത്തു. 9 plus 7. ഞാൻ ആൻസർ പറയട്ടെ. 16. For 16 you write 6. Carry is 1. 1 plus 1, 2. 2 plus 1, 3. 3 plus 2, 5. So answer is 56. So we can say that 13 plus 16 plus 27 is equal to 56. Okay, understand all of you? Next question. Question number 2. 22 plus 36 plus 25. ഇത് ഞാൻ റഫ് ചെയ്യാണ്, സ്പേസ് ഇല്ല. നമ്മൾ പ്രീവിയസ് ചെയ്ത പോലെ തന്നെ രണ്ട് കോളമായിട്ട് ടെൻസും വൺസും വരയ്ക്കുക. ഫസ്റ്റ് കോളം ഫോർ ക്യാരി, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ആൻസർ. അറേഞ്ച് ദീസ് നമ്പേഴ്സ് ഓൺ ദിസ് കോളം. ഫസ്റ്റ് നമ്പർ 22, ആദ്യത്തെ കോളം എപ്പോഴും വിടുക ക്യാരി എഴുതാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് നമ്പർ 36 ആൻഡ് തേർഡ് നമ്പർ 25. ഓക്കെ, then plus 6 plus 2. 6 plus 2 is 8. Then that 8 plus 5. ആദ്യം ഇതിനോട് കൂട്ടുക. 6 plus 2, 8. ആ കിട്ടുന്ന നമ്പറിന്റെ കൂടെ 5 ആഡ് ചെയ്യുക. 8 plus 5. 8 അനുസരിച്ച് 5 കയ്യിൽ എടുക്കുമ്പോൾ 8 plus 5, 13. For 13 you write here 3. 1 is carry. Okay. 2 plus 1. Next column. 2 plus 1, 3. Plus 3. Again ഒരു 3. 3 plus 3, 6. ആ 6ന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുക. 6 plus 2, 8. So answer is equal to 83. ആൻസർ എഴുതുമ്പോൾ രണ്ട് വര ഇടാൻ മറക്കരുത്. അഡിഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഏതായാലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. 15 plus 16 plus 18. So again I write this calculation. Tens, ones, first carry. 15, 16, 18. So 6 plus 5, 11. 6 plus 5, 11. 11 plus 8, 11 plus 8, 11 plus 8, 19. 19 9 എഴുതുക. 19 ആണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അതിന് ഞാൻ 9 മാത്രമേ ഇവിടെ എഴുതൂ. 1 അടുത്ത പ്ലേസിലോട്ട് പോവാ, ടെൻസിൽ പോവാ. So 1 is going to there as a carry. 1 plus 1, 2 plus 1, 3 plus 1, 4. Answer is 49. Okay, got it? 49. Then next question. There are 3 more questions are there in this exercise. Okay. Question number B. 29 plus 28 plus 27. Okay, next E. 31 plus 10 plus 49. Okay, next 6
6 plus 27 plus 9. Okay, then that's all. അടുത്ത ആദ്യം നിങ്ങൾ കോളം വരയ്ക്കുക. tens, ones. First carry, first number, second number, third number, final answer. Okay, so first number, question number 1, 29 plus 28 plus 27 plus sign. Is it right? Then 9 plus 8. 9 8 കൂടെ ആഡ് ചെയ്താൽ 17 കിട്ടും. ആഡ് ചെയ്ത് നോക്കണേ. 9 8 കൂടെ കൂട്ടുമ്പോൾ 17. 9 plus 8 17. ആ 17 plus 17. ആ 17 മനസ്സിൽ വെച്ചിട്ട് വീണ്ടും 7 കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ നമുക്ക് 24 കിട്ടും. 24. ആ 4ന് വേണ്ടിയിട്ട് 4 ഇവിടെ 2 ഇവിടെയും പോകും. 4 ഞാൻ ഇവിടെ എഴുതും. ഈ 2 ഇവിടെ ക്യാരി ആയിട്ട് പോകും. കണ്ടോ? ക്യാരി ഇപ്പുറത്ത് പോയി. സോ again 2 plus 2 4 plus 2 6 plus 2 8. So answer is 84. So we can say that 29 plus 28 plus 27 is equal to 84. Okay, then next one, there is no space, so I rough this question. And again next question, this one, tens, ones. Okay, first question number 31, 10, 49. Okay, then put plus sign. 1 plus 0 1, 1 plus 9 10. For 10 you write here 0, 1 is going to there as carry. Okay, 0 ഇവിടെ എഴുതി നമ്മൾ മറ്റേ 1 മേലെ ഇവിടെ വന്നു. 3 plus 1 4 plus 1 5 plus 4 5 plus 4 9. So answer is 90. Okay, got it? കിട്ടിയോ? മനസ്സിലായോ? Okay, ഈ അഡിഷൻ ഒക്കെ ഞാൻ മനസ്സിൽ ചെയ്യുന്നില്ലേ, അതൊക്കെ നിങ്ങൾ വിരലെടുത്ത് ചെയ്യണം. വിരലെടുത്ത് മേഡം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ടൈം പോകും. നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻ കുറവല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാണപ്പെടല്ലേ ഇനിയിപ്പോൾ 2ാം ക്ലാസ് ഇത്രയൊക്കെ ആയില്ലേ, മനസ്സിൽ വെച്ച് വിരലെടുത്ത് ചെയ്യുന്നൊക്കെ കാണപ്പെടില്ലേ. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യാനൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടെൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെൻസ്, വൺസ്. Okay, first number look 6, only 6 is given. We draw 2 columns, 6 ones. So first column നിങ്ങൾ carry ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ column 6 ഇവിടെ എഴുതരുത്. It is wrong. നിങ്ങൾ എഴുതേണ്ടത് 6 ഇവിടെയാണ്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു 0 കൊടുക്കുക. നമ്മൾ 6നെ എഴുതുന്നത് എങ്ങനെയാ? 0 6 എന്നല്ലയോ. 6 ones അല്ലേ, ടെൻസിന്റെ പ്ലേസ് ഒന്നുമില്ലേ 0 കൊടുക്കുക കേട്ടോ. 0 6. അടുത്ത നമ്പർ 27, നെക്സ്റ്റ് നമ്പർ 19. Okay, then you put plus sign. 6 plus 6 12. Sorry, 7 plus 6 answer 13 വരും. 13 plus 9 എത്ര വരും? 22. 22ന് 2 എഴുതുക. ആൻസർ ക്യാരി 2 ഉണ്ട്. ഇവിടെ 22 അല്ലേ, നമ്മൾ 2 മാത്രമേ ഇവിടെ എഴുതിയുള്ളൂ. ഈ 2 ഇവിടെ പോകും. Okay, then 2 plus 0 2 plus 0 2. ആ 2 plus ഈ 2 അല്ലേ. This 2 plus 2 4 plus 1 5. So answer is equal to 50. So okay, now our last question is were over. Then there is no more question left. Okay, so എങ്ങനെയാണ് ആദ്യം നമുക്ക് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യേണ്ടത്? ഇങ്ങനെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആദ്യം ഓർഡർ അനുസരിച്ച് ഇതേപോലെ വെർട്ടിക്കലായിട്ട് എഴുതണം. മനസ്സിലായോ? 2 കോളമായിട്ട് എഴുതണം. 2 കോളമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ കോളം ഇതുപോലെ ടെൻസും വൺസും എഴുതണം. അടുത്ത കോളം എന്ന് പറയുമ്പോൾ ക്യാരി എഴുതണം. ക്യാരി എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഫസ്റ്റ് നമ്പർ എഴുതണം, സെക്കൻഡ് നമ്പർ എഴുതണം, തേർഡ് നമ്പർ എഴുതണം. അടുത്ത കോളം വിട്ടേക്കുക ആൻസർ എഴുതാൻ. എന്നിട്ട് ആദ്യത്തെ 2 നമ്പറിലൂടെ നിങ്ങൾ ആഡ് ചെയ്യുക, ഫസ്റ്റ് 2 നമ്പറിലൂടെ ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ 2 ഡിജിറ്റ് ആണെങ്കിൽ ആ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഇവിടെ എഴുതുക. ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ടെൻസിൻ്റെ കൂട്ടത്തിൽ പോവുക. ഓക്കെ, മനസ്സിലായോ? അതിനുശേഷം ആ ആദ്യം ക്യാരി ഫസ്റ്റ് നമ്പറിലൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറിനെ പിന്നെ മൂന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പർ വെച്ച് കൂട്ടുക. ആ കിട്ടുന്ന നമ്പറിനെ അടുത്ത നമ്പറിലൂടെ കൂട്ടുക. കിട്ടുന്ന ആൻസർ മുഴുവൻ അതുപോലെ താഴെ എഴുതി വെക്കണം.
ചെയ്യണം. അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം ആൻസർ കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ എക്സസൈസ് 3.11 കഴിഞ്ഞു. ഇതിനകത്തുള്ള ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നെ ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് തൊട്ടടുത്ത നമ്പർ കിട്ടും. അതായത് 0 + 1 0 കിട്ടും. ഏത് നമ്പറിലൂടെ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. വേറെ ഒരു നമ്പറിലൂടെ ഒരു 1 ആഡ് ചെയ്ത് അടുത്ത നമ്പർ കിട്ടും. 8 + 1 = 9, 7 + 1 = 8. അടുത്ത നമ്പർ 9 + 1 = 10. അങ്ങനെ ഒരു നമ്പറിലൂടെ 1 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പർ കിട്ടും. ഓക്കെ. അതേസമയം ഒരു നമ്പറിലൂടെ 0 ആഡ് ചെയ്ത് 7 + 0 = 7, 6 + 0 = 6. ഓക്കെ. 5 + 0 = 5. അങ്ങനെ അങ്ങോട്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 0 കൂട്ടിയാൽ ആ സെയിം നമ്പർ കിട്ടും. 1 കൂട്ടിയാൽ തൊട്ടടുത്ത നമ്പർ കിട്ടും. നമ്മൾ ക്യാരി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചത്. ക്യാരി വന്നു കഴിഞ്ഞാൽ നമ്മൾ 10ന്റെ പ്ലേസ് അടുത്ത നമ്പറിൽ പോകും, 1ന്റെ പ്ലേസ് അതിൽ. അപ്പം ഈ 3.10 3.11 നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ളതെല്ലാം ടെക്സ്റ്റ് ചെയ്യാൻ നോട്ട്ബുക്കിനകത്ത് പറയുന്ന അനുസരിച്ച് ചെയ്യുക. ഓക്കെ. ടിൽ ദെൻ ഐ വൈൻഡ് അപ്പ് മൈ ക്ലാസ്. താങ്ക് യു.